നമ്മൾ അടുത്തായിട്ട് പഠിക്കുന്നത് കോഷീസ് ഇന്റഗ്രൽ തിയറവും പിന്നെന്താണ് കോഷീസ് ഇന്റഗ്രൽ ഫോർമുലയാണ്. ഓക്കെ, ഇതിനകത്ത് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യാനുള്ള ഒരു എളുപ്പമാർഗമായിട്ടാണ് കോഷീസ് ഇന്റഗ്രൽ തിയറവും കോഷീസ് ഇന്റഗ്രൽ ഫോർമുലയും കാണുന്നത്. ഓക്കെ, ഇവിടെ സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് പറഞ്ഞാൽ ഇഫ് എഫ് ഓഫ് സെഡ് ഈസ് അനാലിറ്റിക് ഫംഗ്ഷൻ and f dash of z is continuous at each point within and on the simple closed curve C, then closed integral f of z dz is equal to 0. ഓക്കെ, എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ എഫ് ഓഫ് സെറ്റ് എന്ന് പറഞ്ഞാൽ അനാലിറ്റിക് ആണ്, പിന്നെ ഒരു കർവ് ഉണ്ട് അതിന്റെ മോള് അല്ലെ, അത് എന്താണ് കണ്ടിന്യൂസ് ആണെങ്കിൽ, അതായത് ആ കർവിനകത്ത് എഫ് ഡാഷ് ഓഫ് സെറ്റ് കണ്ടിന്യൂസ് ആണെങ്കിൽ അതിന്റെ ഇന്റഗ്രേഷന്റെ വാല്യൂ എന്തായിരിക്കും, ക്ലോസ്ഡ് ഇന്റഗ്രൽ എഫ് ഓഫ് സെറ്റ് dz is equal to 0. ഓക്കെ, ഇനി കോഷീസ് ഇന്റഗ്രൽ ഫോർമുല എന്ന് പറഞ്ഞാൽ എന്താണ്, ഇഫ് എഫ് ഓഫ് സെറ്റ് ഈസ് അനാലിറ്റിക് വിത്തിൻ ആൻഡ് ഓൺ എ ക്ലോസ്ഡ് കർവ് സി and a is any point within the curve C, then closed curve f of z divided by z minus a dz is equal to 2 pi I into f of a. ഇത് പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിക്കോളും. പിന്നെ എന്താണ്, ഇവിടെ നമ്മള് ഒറ്റ z മൈനസ് a എന്ന് പറഞ്ഞാൽ സിംഗിൾ പോയിന്റ് ആണ്. ഇവിടെ എന്താണ് z മൈനസ് a റേസ് ടു n പ്ലസ് 1 ഉണ്ട് എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ പോൾസ് ആണെങ്കിൽ, അതായത് ക്ലോസ് ഇന്റഗ്രൽ എഫ് ഓഫ് സെഡ് dz ഡിവൈഡ് ബൈ z മൈനസ് a റേസ് ടു n പ്ലസ് 1 dz is equal to 2 pi I into f n dash എന്ന് പറയുന്നതായിരിക്കും നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുക n ടൈംസ്. ഇവിടെ n പ്ലസ് 1 ആണെങ്കിൽ ഈ എഫ് ഓഫ് സെറ്റിനെ നമ്മൾ എന്താണ് n ടൈംസ് ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് ആ a എന്നുള്ള പോയിന്റോട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതാണ് ഇതിന്റെ മീനിങ്. ഇപ്പൊ 2 pi a into f n dash ഓഫ് a, ഇതാണ് നമ്മള് ഫോർമുല. ഈ 3 ഫോർമുലാസ് ആണ് നമുക്ക് വേണ്ടത് കേട്ടോ. അപ്പൊ എഫ് ഓഫ് സെഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, എഫ് ഓഫ് സെഡിനകത്ത് സെഡ് കണ്ട് എ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു വാല്യൂ കിട്ടും. അതിന് നമ്മൾ 2 pi I കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും ഈ ഇന്റഗ്രേഷന്റെ വാല്യൂ കിട്ടും. ഓക്കെ, ഇതാണ് നമ്മൾ പഠിക്കേണ്ടത്. നമ്മൾ പ്രോബ്ലം നോക്കുവാണ്. ഇവാലുവേറ്റ് ദ ക്ലോസ്ഡ് ഇന്റഗ്രൽ e raised to minus z divided by z plus 1 dz where c is the circle. Question A, mod z is equal to 2. Question B എന്താണ്, mod z is equal to 1/2. ഓക്കെ, അപ്പൊ നമ്മള് ആൻസർ ചെയ്യുമ്പോൾ നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത് എന്താണ്, ക്ലോസ്ഡ് ഇന്റഗ്രൽ e raised to minus z divided by z plus 1 dz അല്ലെ. ഇതാണ് നമുക്ക് സ്റ്റാൻഡേർഡ് ഫോർമുല അറിയാം എന്താണ് അല്ലെ. അപ്പൊ ദാറ്റ് ഈസ് ഈക്വൽ ടു ക്ലോസ്ഡ് ഇന്റഗ്രൽ, ഇവിടെ എന്താണ് z മൈനസ് a അല്ലെ. അപ്പൊ എഫ് ഓഫ് z ഡിവൈഡ് ബൈ z മൈനസ് a dz ഇസ് ഈക്വൽ ടു എന്താണ്, അതിന്റെ വാല്യൂ എന്താണ് 2 pi I into എഫ് ഓഫ് a എന്നുള്ള ഫോർമുലയാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഇത് രണ്ടും കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എഫ് ഓഫ് z എന്ന് പറയുന്നതാണ് e raised to minus z, z മൈനസ് a ഇസ് ഈക്വൽ ടു എന്താണ് z പ്ലസ് 1. ഓക്കെ, ഇതാണ് നമ്മളെ ഫോർമുല. ഓക്കെ, ഇനി നമ്മൾ നോക്കേണ്ടത് ക്വസ്റ്റ്യൻ എ ആണ്. ക്വസ്റ്റ്യൻ എന്താണ്, മോഡ് സെഡ് ഇസ് ഈക്വൽ ടു 2 അല്ലെ എന്ന് പറഞ്ഞാൽ മോഡ് സെഡ് ഇസ് ഈക്വൽ ടു 2 എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു സർക്കിൾ ആണ് അല്ലെ. സെഡ് ഇസ് ഈക്വൽ ടു മോഡ് സെഡ് ഇസ് ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ 2 എന്ന് പറയുന്നത് എന്താണ്, സർക്കിൾ ആണ്. ഇവിടെ റേഡിയസ് ആണ് 2 കാണിക്കുന്നത്. ഇതിന്റെ സെന്റർ എന്തായിരിക്കും, 0 ആയിരിക്കും. ഓക്കെ, ഇപ്പൊ സെഡ് മൈനസ് ബി ഇസ് ഈക്വൽ ടു ആർ ആണെങ്കിൽ അതിന്റെ സെന്റർ എന്തായിരിക്കും, ബി ആയിരിക്കും അല്ലെ. സെഡ് മൈനസ് ബി ഇസ് ഈക്വൽ ടു 0 ആകുമ്പോൾ സെഡ് ഇസ് ഈക്വൽ ടു എന്തായിരിക്കും, ബി ആയിരിക്കും. അപ്പൊ ബി എന്നുള്ള പോയിന്റിനകത്ത് സെന്റർ ആണ്, ഇതാണ് ബി എന്ന് ഇരിക്കുക. ഇനി ആർ എന്ന് പറയുന്നത് റേഡിയസ് ആണ് അല്ലെ. അപ്പൊ ബി ആർ എന്ന് പറയുന്ന റേഡിയസ് ആയുള്ള സർക്കിൾ ആണ്. ഇവിടെ എന്തായിരിക്കും, നമ്മള് ഇത് എന്തായിരിക്കും, ആർ ആയിരിക്കും കേട്ടോ. റേഡിയസ് എന്തായിരിക്കും, ആർ ആയിട്ടുള്ള ഒരു സർക്കിൾ ആണ് നമ്മള് വരയ്ക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഇവിടെ കേസിനകത്ത് എന്താണ്, സെഡ് ഇസ് ഈക്വൽ ടു 2 എന്നാണ്. അപ്പൊ സെന്റർ എന്താണ്, ഇവിടെ 0 ആണ് അല്ലെ. ബിക്ക് വരെ ഇവിടെ എന്താണ്, 0 ആണ്. റേഡിയസ് എന്താണ്, 2 ആണ്. അപ്പൊ ഈ സർക്കിൾ എങ്ങനെയാണ് വരിക, ഇപ്പൊ നമ്മള് ഒരു സർക്കിൾ വരയ്ക്കുമ്പോ അതിന്റെ സെന്റർ എന്താണ്, 0 ആണ്. സെഡ് ഇസ് ഈക്വൽ ടു മാത്രം ആയതുകൊണ്ടാണ് സെഡ് ഇസ് ഈക്വൽ ടു 0. പിന്നെ എന്താണ്, റേഡിയസ് 2. ഇവിടെ +2 ഉണ്ടാവും, ഇവിടെ -2 ഉണ്ടാവും. ഇവിടെ എന്തായിരിക്കും, ഇത് ഇമാജിനറി ആകുമ്പോ -2i ഉണ്ടാവും. ഇവിടെ എന്താണ്, +2i ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഈ ഒരു രീതിയിലുള്ള സർക്കിൾ ആണ്, റേഡിയസ് 2 ആയിട്ടുള്ള സർക്കിൾ ആണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതിനകത്തുള്ള പ്രോബ്ലത്തിനകത്ത് സെഡ് പ്ലസ് 1 അല്ലെ, സെഡ് ഇസ് ഈക്വൽ ടു +1 ആണ്. ദാറ്റ് ഇസ് ഈക്വൽ ടു സെഡ് പ്ലസ് 1 ഈക്വൽ ടു 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യാം. അപ്പൊ സെഡ് ഇസ് ഈക്വൽ ടു നമുക്ക് കിട്ടും -1. ഇതാണ് ആ പോയിന്റ് എന്ന് പറയുന്നത്, സെഡ് ഇസ് ഈക്വൽ ടു -1. നമ്മൾ എന്താണ് ആ എ എന്നുള്ള പോയിന്റ് കണ്ടുപിടിക്കുകയാണ്. അപ്പൊ സെഡ് ഇസ് ഈക്വൽ ടു
-1. അപ്പൊ എന്തായിരിക്കും -1 എന്ന് പറയുന്നത് ഇവിടെയാണ്. ഇവിടെ നമുക്ക് കിട്ടും പോയിന്റ് കിട്ടും. ഓക്കെ, അപ്പൊ ഈ z = -1 എന്ന് പറയുന്നത് z mod z 2 എന്നുള്ള സർക്കിളിന്റെ ഇൻസൈഡ് ആണ്. അപ്പൊ ഇൻസൈഡ് ആവുമ്പോൾ നമ്മൾ ഉപയോഗിക്കേണ്ടതാണ് കോഷീസ് ഇന്റഗ്രൽ ഫോർമുലയാണ് കേട്ടോ. കോഷീസ് ഇന്റഗ്രൽ ഫോർമുല. കോഷീസ് ഇന്റഗ്രൽ ഫോർമുല എന്താണ്? f of z divided by z minus a dz is equal to 2 pi I into f of a. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ബൈ അപ്പോ z is equal to 1 is inside the circle. Okay, inside the circle mod z is equal to 2 by അങ്ങനെയാണ് by Cauchy's integral formula നമുക്ക് എന്ത് ചെയ്താൽ പറ്റും? ക്ലോസ്ഡ് ഇന്റഗ്രൽ f of z divided by z minus a dz is equal to എന്താണ്? 2 pi I into f of a എന്നാണ്. ഓക്കെ, ഇവിടെ f of a നമുക്ക് കണ്ടുപിടിക്കണം അല്ലെ? f of z എന്ന് പറഞ്ഞാൽ എന്താണ്? f of z is equal to എന്താണ്? e raised to minus z ആണ് അല്ലെ? therefore f of a യുടെ സ്ഥാനത്ത് എന്താണ്? -1. f of -1 is equal to എന്താണ്? e raised to minus z ന് കൊടുക്കും a കൊടുക്കും. that is equal to -1. that is equal to e raised to 1 ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഇതെന്താണ്? ക്ലോസ്ഡ് ഇന്റഗ്രൽ e raised to minus z divided by z plus 1 dz is equal to എന്താണ്? 2 pi I into f of a. f of a എന്ന് പറയുന്നതായിരിക്കും e raised to 1. ഓക്കെ, e raised to 1 that is equal to 2 pi I into e raised e. ഇതായിരിക്കും ഇതിന്റെ ആൻസർ. ഇനി ക്വസ്റ്റ്യൻ ബി ആണ്. ബി എന്താണ്? ബി എന്താണ്? മോഡ് z is equal to 1/2. ഓക്കെ, 1/2 എന്നുള്ള സർക്കിൾ ആണ്. അപ്പോ ഇവിടെ നമുക്ക് എന്താ ഒരു സർക്കിൾ വരയ്ക്കാൻ പറ്റും. ഇവിടെ റേഡിയസ് എന്താണ്? 1/2. സെന്റർ ഒറിജിൻ 0 ആണ്. അപ്പൊ 1/2 ഇത് +1/2 ഇവിടെ -1/2. അപ്പൊ ഈ ഒരു 1/2 I -1/2 I. ഓക്കെ, അപ്പൊ ഈ ഒരു പോയിന്റിലൂടെ പോകുന്ന ഒരു സർക്കിൾ ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് എന്താണ്? z is equal to -1 ആണ് അല്ലെ? ഇതേ ക്വസ്റ്റ്യൻ തന്നെയാണ്. z is equal to -1. അപ്പൊ -1 ആകുമ്പോൾ നമുക്ക് പോയിന്റ് ഇവിടേക്കും -1 എന്ന് ഔട്ട്സൈഡ് ആണ് അല്ലെ? അപ്പൊ എന്താ ചെയ്യും? നമുക്കറിയാം z is equal to -1 is outside of the circle. z is equal to 1/2. ഓക്കെ, ഔട്ട്സൈഡ് ആണെങ്കിൽ നമ്മൾ എന്താ ഉപയോഗിക്കേണ്ടത്? കോഷീസ് ഇന്റഗ്രൽ തിയറം ആണ്. ഔട്ട്സൈഡ്. അപ്പോ ഈ സർക്കിൾ നമുക്ക് തന്നിരിക്കുന്ന സർക്കിളിന്റെ പുറത്താണ് ഈ z is equal to -1 എങ്കിൽ അല്ലെ z is equal to a എങ്കിൽ നമ്മൾ ഉപയോഗിക്കേണ്ടതാണ് കോഷീസ് ഇന്റഗ്രൽ തിയറം. ഇൻസൈഡ് ആണെങ്കിൽ കോഷീസ് ഇന്റഗ്രൽ ഫോർമുല നമ്മൾ നേരത്തെ z is equal to 2 നകത്ത് കണ്ടു കഴിഞ്ഞു. ഓക്കെ, ബൈ അപ്പൊ ഇങ്ങനെ ആവുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ബൈ Cauchy's integral theorem. എന്താണ്? ക്ലോസ്ഡ് ഇന്റഗ്രൽ f of z dz is equal to എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് കിട്ടും ഔട്ട്സൈഡ് ആയതുകൊണ്ട് ക്ലോസ്ഡ് ഇന്റഗ്രൽ f e raised to minus z divided by z plus 1 dz is equal to എന്തായിരിക്കും? 0. അപ്പോൾ ഇതിന്റെ നമ്മൾ നേരത്തെ കണ്ടു 2 pi I into e കണ്ടു. ഇതിന്റെ എന്തായിരിക്കും നമുക്ക് കിട്ടിയിരിക്കുന്നത്? z is equal to 1/2 ആവുമ്പോൾ 0. ഇതാണ് ഇതിന്റെ ഫോർമുല. ഓക്കെ, ഇതാണ് ഇതിന്റെ ആൻസേഴ്സ്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്. ഇവാലുവേറ്റ് ക്ലോസ്ഡ് ഇന്റഗ്രൽ cos pi z² divided by z minus 1 into z minus 2 dz where c is the circle mod z is equal to 3. ഓക്കെ, അപ്പൊ നമ്മള് ആൻസർ ചെയ്യുമ്പോൾ നമുക്ക് എന്താണ്? കോഷീസ് ഇന്റഗ്രൽ ഫോർമുല എവിടെ അപ്ലൈ ചെയ്യണം, കോഷീസ് ഇന്റഗ്രൽ തിയറം എവിടെ അപ്ലൈ ചെയ്യണം എന്ന് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ നമുക്കിവിടെ തന്നിരിക്കുന്നത് എന്താണ് അല്ലെ? നമുക്ക് ജനറൽ ഫോർമുല എഴുതുമ്പോഴത്തേക്കും ക്ലോസ്ഡ് ഇന്റഗ്രൽ f of z divided by z minus a dz is equal to എന്താണ്? 2 pi I into f of a എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പൊ ഇവിടെ തന്നിരിക്കുന്നത് നമുക്ക് cos pi z² divided by z minus 1 into
സെഡ് മൈനസ് 2 ആണ്. ഓക്കെ, അപ്പൊ അത് നോക്കുമ്പോൾ ക്ലോസ്ഡ് ഇന്റഗ്രൽ കോസ് പൈ സെഡ് സ്ക്വയർ ഡിവൈഡ് ബൈ സെഡ് മൈനസ് 1 ഇൻറ്റു സെഡ് മൈനസ് 2 ഡി സെഡ്. ഓക്കെ, ഇനി നമുക്ക് തന്നത് സർക്കിൾ എന്താണ്? മോഡ് സെഡ് ഇസ് ഈക്വൽ ടു 3 ആണ് അല്ലെ. മോഡ് സെഡ് ഇസ് ഈക്വൽ ടു 3 എന്ന് പറഞ്ഞാൽ അതിന്റെ സെന്റർ ഒറിജിൻ, അതായത് സെന്റർ ഒറിജിനും പിന്നെ എന്താണ് റേഡിയസ് 3യും. അപ്പൊ ഇവിടെ +3, ഇവിടെ -3. ഓക്കെ, അപ്പൊ ഈ +3 -3 അപ്പൊ മേലും താഴേക്ക് +3 -3 അതോടൊപ്പം കടന്നു പോകുന്ന ഒരു സർക്കിൾ വരയ്ക്കും. ഓക്കെ, അപ്പൊ ഇവിടെ രണ്ട് പോയിന്റുകളാണുള്ള സെഡ് ഇസ് ഈക്വൽ ടു -1ഉം സെഡ് ഇസ് ഈക്വൽ ടു -2ഉം. ഓക്കെ, അപ്പൊ നമ്മള് സെഡ് -1 ഈക്വൽ ടു 0 അങ്ങനെ ആകുമ്പോൾ സെഡ് ഇസ് ഈക്വൽ ടു നോക്കുന്നിട്ട് 1 കിട്ടും. അതേപോലെ തന്നെ സെഡ് -2 ഇസ് ഈക്വൽ ടു 0. അപ്പൊ സെഡ് ഇസ് ഈക്വൽ ടു എന്തായിരിക്കും? 2 കിട്ടും. ഓക്കെ, അത് രണ്ട് പോയിന്റ് കിട്ടി. സെഡ് ഇസ് ഈക്വൽ ടു 1, അപ്പൊ നോക്കുന്നിട്ട് 1 ഇവിടെ ആണെങ്കിൽ ഇവിടെ ഒരു പോയിന്റ് കിട്ടും. സെഡ് ഇസ് ഈക്വൽ ടു 2 ഇതെന്തായിരിക്കും? ഇതും. അപ്പൊ ഈ രണ്ട് പോയിന്റ് എന്തായിരിക്കും? ഇൻസൈഡ് ഓഫ് ദ സർക്കിൾ ആണ് അല്ലെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് പോയിന്റ് നമ്മൾ ഉപയോഗിക്കേണ്ടതാണ് കോഷീസ് ഇന്റഗ്രൽ ഫോർമുലയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിനെ സെപ്പറേറ്റ് ചെയ്യുമ്പോൾ നമ്മള് പാർഷ്യൽ ഫ്രാക്ഷൻ ആണ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ കോസ് പൈയുടെ മാക്സിമം വാല്യൂ എന്താണ്? 1 ആണ് അല്ലെ. അപ്പൊ 1 ഡിവൈഡ് ബൈ സെഡ് മൈനസ് 1 ഇൻറ്റു സെഡ് മൈനസ് 2. ഓക്കെ, ഇത് നമ്മള് എ ഡിവൈഡ് ബൈ സെഡ് മൈനസ് 1 പ്ലസ് ബി ഡിവൈഡ് ബൈ സെഡ് മൈനസ് 2 ഉണ്ട്. ഓക്കെ, അപ്പൊ എയുടെയും ബിയുടെയും വാല്യൂ ആണ് കണ്ടുപിടിക്കുന്നത്. ആദ്യം ഞാൻ ഇത് എഴുതുകയാണ്. അപ്പോ എ നമ്മളെന്താണ് എൽസിഎം എടുക്കുവാണ്. സെഡ് മൈനസ് 1 ഇൻറ്റു സെഡ് മൈനസ് 2. ഓക്കെ, അപ്പൊ എ ഇൻറ്റു സെഡ് മൈനസ് 2 പ്ലസ് ബി ഇൻറ്റു സെഡ് മൈനസ് 1 ഇസ് ഈക്വൽ ടു 1 ഡിവൈഡ് ബൈ സെഡ് മൈനസ് 1 ഇൻറ്റു സെഡ് മൈനസ് 2 ബൈ പാർഷ്യൽ ഫ്രാക്ഷൻ കേട്ടോ. ഇത് രണ്ടും എന്തായി പോവും? കടയിൽ. ഓക്കെ, എയുടെ വാല്യൂ കണ്ടുപിടിക്കണം. എയുടെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കുക? എ കണ്ടുപിടിക്കണം. ബി എന്തായിരിക്കണം? 0 ആണ്. അപ്പൊ ബി 0 ആണ്. ബിയുടെ കൂടെ എന്താണ്? സെഡ് മൈനസ് 1 അല്ലെ. അപ്പൊ സെഡിന് 1 കൊടുത്തതിന് 1 മൈനസ് 1 എന്തായി മാറും? 0. അങ്ങനെ ആകുമ്പോൾ ബി എന്തായി മാറും? 0. അപ്പൊ ഫസ്റ്റ് കേസ് എന്താണ്? സെഡ് ഇസ് ഈക്വൽ ടു 1. അപ്പൊ സെഡ് ഇസ് ഈക്വൽ ടു 1 കൊടുക്കുമ്പോ എന്ത് കിട്ടും? 1 മൈനസ് 2 ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് എ. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് എ ഇസ് ഈക്വൽ ടു കിട്ടും 1. ഓക്കെ, അപ്പൊ എ ഇസ് ഈക്വൽ ടു നമുക്ക് കിട്ടും എ ഇസ് ഈക്വൽ ടു -1. ഓക്കെ, ഇനി ബി കണ്ടുപിടിക്കണം. എ എന്തായിരിക്കണം? 0 ആണ്. അപ്പൊ എ എന്തായിരിക്കും? സെഡ് മൈനസ് 2 ആണ് അല്ലെ. അപ്പൊ സെഡ് എന്തെടുക്കുക? 2 കൊടുക്കുക. സെഡ് ഇസ് ഈക്വൽ ടു 2. അപ്പൊ സെഡ് ഇസ് ഈക്വൽ ടു 2 ആകുമ്പോൾ ഇത് 0 ആവും. അപ്പൊ ഇതെന്താ കിട്ടുക? 2 മൈനസ് 1 എന്തായിരിക്കും? 1 ആണ്. അപ്പൊ 1 ബി ഇസ് ഈക്വൽ ടു നമുക്ക് 1 ഉണ്ട്. അപ്പൊ ബി ഇസ് ഈക്വൽ ടു 1 കിട്ടും. ഓക്കെ, അപ്പൊ ഇതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ ഈ എയും ബിയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന എന്താണ്? 1 എ എന്താണ്? -1 ഡിവൈഡ് ബൈ സെഡ് മൈനസ് 1 പ്ലസ് 1 ഡിവൈഡ് ബൈ എന്താണ്? സെഡ് മൈനസ് 2. ഓക്കെ, അപ്പോ അത് കിട്ടും. ഓക്കെ, അപ്പൊ ഈ രണ്ട് റീജിയനും ഇൻസൈഡ് ആവുമ്പോൾ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ഇൻസൈഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? അപ്പൊ നമുക്ക് രണ്ട് വാല്യൂ കിട്ടി അല്ലേ. അപ്പൊ അങ്ങനെ ആകുമ്പോൾ ഇത് നമ്മള് എഴുതുമ്പോ അതായത് നമുക്ക് ക്വസ്റ്റ്യൻ എന്താണ്? ക്ലോസ്ഡ് ഇന്റഗ്രൽ സി കോസ് പൈ സെഡ് സ്ക്വയർ ഡിവൈഡ് ബൈ സെഡ് മൈനസ് 1 ഇൻറ്റു സെഡ് മൈനസ് 2 ഡി സെഡ് ഇസ് ഈക്വൽ ടു. ഇത് രണ്ടും പോർഷൻ ആയതുകൊണ്ട് തന്നെ ദാറ്റ് ഇസ് ഈക്വൽ ടു ആണ്. ഇവിടെ മൈനസ് ഉള്ളതുകൊണ്ട് തന്നെ ഇത് നമ്മൾ മൈനസ് ക്ലോസ്ഡ് ഇന്റർവൽ കോസ് പൈ സെഡ് സ്ക്വയർ ഡിവൈഡ് ബൈ സെഡ് മൈനസ് 1 ഡി സെഡ് പ്ലസ് ഇതിനടുത്ത് ഇതിന്റെ വരുമ്പോ കിട്ടും കോസ് പൈ സെഡ് സ്ക്വയർ ഡിവൈഡ് ബൈ സെഡ് മൈനസ് 2 ഡി സെഡ്. ഓക്കെ, ഇത് രണ്ടിന്റെയും നമ്മള് കോഷീസിന്റെ കാരണം രണ്ടും എന്തായിരിക്കും? ഇൻസൈഡ് ഓഫ് ദ സർക്കിൾ ആണ് അല്ലെ. അപ്പൊ അങ്ങനെ ആവുമ്പോ എന്ത് വരും? അപ്പൊ അങ്ങനെ ആവുമ്പോ നമുക്ക് എന്താ കിട്ടുക? അത് ഇതിന് ചെയ്യാം അല്ലെ. ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് അല്ലെ എന്താ വരിക? ക്ലോസ്ഡ് ഇന്റഗ്രൽ കോസ് പൈ സെഡ് സ്ക്വയർ ഡിവൈഡ് ബൈ സെഡ് മൈനസ് 1 ഡി സെഡ്. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് 2πi അല്ലെ. കോഷീസിന്റെ 2πi ഇൻറ്റു എഫ് ഓഫ് അല്ലെ സെഡ് ഇസ് ഈക്വൽ ടു 1 ആണ് അല്ലെ. സെഡ് ഇസ് ഈക്വൽ ടു 1 ആണ്. എഫ് ഓഫ് 1.
ഓക്കെ, അപ്പൊ അതിന്റെ വാല്യൂ എന്താ ദാറ്റ് ഈസ് ഈക്വൽ ടു 2πi ഇൻറ്റു എഫ് ഓഫ് സെഡ് എന്ന് പറഞ്ഞതെങ്കിൽ കോസ് പൈ ആണ് അല്ലെ. കോസ് പൈ 1² എന്ന് പറഞ്ഞതെങ്കിൽ കോസ് പൈ തന്നെ. ഓക്കെ, അപ്പം ഇവിടെ മൈനസ് ഉണ്ട്. കോസ് പൈ എന്ന് പറഞ്ഞതെങ്കിൽ -1 ആയതുകൊണ്ട് മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് 2πi. അപ്പൊ ഫസ്റ്റിന്റെ വാല്യൂ എന്താണ് കിട്ടിക്കുന്നത് നമുക്ക് 2πi. ഇനി അടുത്ത് രണ്ടാമതാണ് ദാറ്റ് ഈസ് ഈക്വൽ ടു ക്ലോസ്ഡ് ഇന്റഗ്രൽ കോസ് പൈ സെഡ് സ്ക്വയർ ഡിവൈഡ് ബൈ സെഡ് മൈനസ് 2 dz. ഓക്കെ, അപ്പൊ അതിന്റെ വാല്യൂ എന്തായിരിക്കും 2πi ഇൻറ്റു എഫ് ഓഫ് 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 2πi ഇൻറ്റു കോസ് പൈ 2² ദാറ്റ് ഈസ് ഈക്വൽ ടു 4 ആണ് അല്ലെ. അപ്പൊ ദാറ്റ് ഈസ് ഈക്വൽ ടു 2πi ഇൻറ്റു കോസ് 4π. കോസ് 4π എന്ന് പറയുന്നതാണ് 1 ആണ്. അത് നമുക്ക് എന്ത് കിട്ടും 2πi തന്നെ. ഓക്കെ, അപ്പോ എന്താ ഫൈനൽ റിസൾട്ട് എന്തായിരിക്കും? ഇതിന്റെ നമുക്ക് 2πi കിട്ടി, ഇതിന്റെ എന്തെങ്കിലും 2πi ആയിരിക്കും. അപ്പൊ ക്ലോസ്ഡ് ഇന്റഗ്രൽ കോസ് പൈ സെഡ് സ്ക്വയർ ഡിവൈഡ് ബൈ നമുക്ക് തന്നിരിക്കുന്നത് സെഡ് മൈനസ് 1 ഇൻറ്റു സെഡ് മൈനസ് 2 dz is equal to ഇതിന്റെ വാല്യൂ എന്താണ് കിട്ടിക്കുന്നത് 2πi പ്ലസ് 2πi. 2πi പ്ലസ് 2πi എന്തായിരിക്കും 4πi. ഇതാണ് ഇതിന്റെ ആൻസർ.